മംഗല്യൻ തന്തുനാനി. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇതേ സമയം മീറ്റിംഗ് റൂമിൽ വർമാജിയോട് ബിസിനസ് ഡീൽ സൈൻ ചെയ്യായിരുന്നു അശോക്. താനായതുകൊണ്ടാ ഞാൻ ഈ രാത്രി സമ്മതം മൂളിയത്. താനും കൂടുന്നോടോ, ഇന്ന് നല്ല പുതിയ ഐറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവളുമാരുടെ കൂടെ ഒന്ന് ആഘോഷിക്കണം. താഴെ പബ്ബിൽ തന്നെ കാത്തിരിക്കുക. അത് മലയാളി പെൺകിടാങ്ങൾ. ഇനി മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ആഘോഷിക്കാം. വർമാജി പറയുമ്പോൾ അശോക് ഒന്ന് പുച്ചി ചിരിച്ചു. ഈ അശോകിന്റെ ലിസ്റ്റിൽ അങ്ങനെയൊന്നും ഇല്ല സാർ. സോ എനിക്കതിനെക്കുറിച്ച് കേൾക്കാനും താല്പര്യമില്ല. ഓക്കെ ഇഷ്ടമില്ലാത്തവരെ ഞാൻ നിർബന്ധിക്കാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഓക്കെ മിസ്റ്റർ അശോക്, കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ. ഓക്കെ സാർ. വർമാജിയോട് പറഞ്ഞ് അശോക് മീറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങേർക്ക് പെണ്ണ് നേണ്ട ഭ്രാന്ത കള്ളക്കിളം എങ്ങനെ സാധിക്കുന്നു പോയി. സരസ് തല ഉടഞ്ഞുകൊണ്ട് അശോകിനെ നോക്കി പറഞ്ഞു. ഇരുവരും താഴേക്ക് ഇറങ്ങുമ്പോൾ പബ്ബിലെ ബഹളവും ആർപ്പുവിളികളും കേൾക്കുന്നുണ്ട്. ഒന്ന് നോക്കി പുറത്തേക്ക് തിരിഞ്ഞു. എന്തോ കണ്ണിലുടക്കിയ പോലെ അവൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുന്ന ശിവയും അവളുടെ കൂട്ടുകാരെയും കണ്ടതും അവനൊന്ന് പുച്ഛി ചുണ്ടുകൂട്ടി. എന്താ അശോക്? ലുക്ക് അറ്റ് ദേർ. സരസിനോടൊരു പുച്ഛഭാഗത്തോടെ പറഞ്ഞു അശോക്. അശോക് നോക്കുന്നിടത്തേക്ക് നോക്കിയതും അവിടെ ശിവയും കൂട്ടുകാരെയും കണ്ടു. അവൻ കണ്ടില്ലേ അവരൊക്കെ എത്രത്തോളം തറവേല ചെയ്യാൻ ഒരുങ്ങി തിരിച്ചവളാണെന്ന്. നീയല്ലേ പറഞ്ഞു അവളൊരു പാവാണെന്ന്. ഇപ്പൊ കണ്ടോ, കാശിന് വേണ്ടി ആരുടെ കൂടെ പോവാനും മടിയില്ലാത്ത ലോ ക്ലാസ് ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വർമാജി പറഞ്ഞ മലയാളി പെൺകുട്ടികൾ ഇവളുടെയൊക്കെ നിലവാരത്തെ ഇത്രയേ ഉള്ളൂ സരസ്. വേറൊരു കോൾഗേള് പറയുന്നതോടൊപ്പം ആർപ്പോടെ നോക്കിക്കൊണ്ട് അശോക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സരസ് ഒന്നുകൂടെ ശിവയും കൂട്ടുകാരെയും നോക്കി എന്തോ അവൻ അശോക് പറയുന്ന അതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരൊന്നുകൂടെ ഇരുത്തി നോക്കിക്കൊണ്ട് സരസ് അശോക് പോയ വഴിയെ നടന്നു. അരുൺ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലും പരസ്പരം നല്ലപോലെ ശ്രദ്ധയോടെ നിന്നു. അവന്മാരുടെ ശ്രദ്ധ പൂർണ്ണമായി ശിവയിലും ഋതികയിലും ജൂഹിയിലുമാണെന്ന് കണ്ടതും അരുൺ കണ്ണുകൊണ്ട് താളം പിടിക്കുന്നുണ്ട മിഥുൻ ശങ്കറിനെയും കൂട്ടി പതിയെ പുറകിലേക്ക് മാറി നിന്നു. അവർ കാണാതെ പുറത്തേക്ക് ഇറങ്ങി. മിഥുൻ വേഗം താറെടുത്ത് പുറത്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് കാത്തിരുന്നു. ചേട്ടാ അവർ വേഗം എത്തുമായിരിക്കുമല്ലേ? ശങ്കരൻ വേവലാതിയോടെ ചോദിച്ചു. അവരൂരുടാ, നീ വെറുതെ ടെൻഷൻ ആവണ്ട. മിഥുൻ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവനെ സമാധാനിപ്പിച്ചു. അരുണും കാർത്തിയും പറഞ്ഞ പ്രകാരം ഓരോ ഗ്ലാസ് വൈനെടുത്ത് ഡാൻസ് കളിക്കുന്നതിനിടെ അവരുടെ ദേഹത്തേക്ക് അറിയാത്ത മട്ടിൽ ഒഴിച്ചു. രണ്ടുപേരും അത് കഴുകാൻ വേണ്ടി പോയതും ഒരുത്തൻ ശിവയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വാഷേരിയിലേക്ക് കൊണ്ടുപോയി. പ്ലാൻ പാളിപ്പോയെന്ന് മനസ്സിലായതും കാർത്തി അരുണിനെ അവരുടെ അടുത്ത് നിർത്തി വേഗം അവർക്ക് പിന്നാലെ വാഷ്റൂമിലേക്ക് പോയി. ഏയ് വീട്ട്! ശിവ അയാളുടെ കൈ പിടിക്കാൻ നോക്കിയാൽ കഴിഞ്ഞില്ല അവൾക്ക്. എന്റെ കൈന്ന് വിടോ! കൈ കുടഞ്ഞു മാറ്റി ശിവ അയാളുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. നീ എന്നെ തല്ലുവല്ലേടി. ഡാൻസ് മാത്രമല്ല, ചേട്ടന് വേറെയും കുറെ അറിയാം. പഠിപ്പിച്ചിരട്ടെ മോളെ. പറഞ്ഞുകൊണ്ട് അവളുടെ ഷോർട്ടിൽ കൈവെക്കാൻ വന്നു. ആ കാർത്തി! അവന്റെ ചവിട്ടിൽ അയാൾ തെറിച്ച് വാഷ് ബേസിലേക്ക് വീണു. കാർത്തി! വാ ശിവ. ആരോടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഓടി. വീട്ടിലടാ ഒന്നിനെയും. പുറകിൽ അയാൾ വേദനയിൽ അലറിക്കൊണ്ടിരുന്നു. ലഹരി തലക്കി പിടിച്ചുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് പുറകെ പോകാൻ കഴിഞ്ഞില്ല. ശിവയുടെ കയ്യിൽ പിടിച്ച് ഓടി വരുന്ന കാർത്തിയെ കണ്ടതും അരുൺ ജൂഹിയെയും ഋതികയും കൂട്ടി അവിടുന്ന് ഓടാൻ തുടങ്ങിയതും അവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന രണ്ടുപേര് ഇത് കണ്ട് എന്തോ സംശയത്തോടെ ഋതികയുടെ കയ്യിൽ പിടിച്ചു വെച്ച് ഇനി രക്ഷയിൽ നിന്ന് കണ്ടതും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ അരുൺ അയാളുടെ മർമ്മം നോക്കി ചാടി ചവിട്ടി. അയാളുടെ ശബ്ദം കേട്ടതും ആളുകൾ പകപ്പോടെ നോക്കി. ഒരെണ്ണത്തിനെയും വിടുത്ത് വിട്ടത്. വാഷ്റൂമിൽ നിന്ന് ഓടി വരുന്ന ഒരുത്തൻ പറഞ്ഞു. എല്ലാവരും തങ്ങളാൽ കഴിയുന്ന പോലെ ചാടി ഇറങ്ങി ഓടി. പുറത്തെത്തിയതും എല്ലാവരും താറിലേക്ക് കയറാൻ ലക്ഷ്യമാക്കി ഓടി. ജൂഹി ഓടുക, ശിവ വാടാ. മിഥുൻ ഉറക്കി വിളിച്ച് പുറകെ ഒരു കൂട്ടം വരുന്ന കണ്ടതും എല്ലാവരും ഓട്ടത്തിന്റെ വേഗത കൂട്ടി. ശങ്കരൻ ജൂഹിയെയും ഋതികയും വലിച്ചു കയറ്റി പെട്ടെന്ന്. ചേച്ചി വേഗം വാ. ശങ്കരൻ ഉറക്കി വിളിച്ചു പോയി. അവൾക്ക് നേരെ കൈ നീട്ടി. അവരും അടുത്തെത്താറായിന്ന് കണ്ടതും മിഥുൻ വണ്ടി മുന്നോട്ടെടുത്തു. അരുണും കാർത്തിയും ചാടി പിടിച്ച് കയറി. ശിവയുടെ കയ്യിൽ ശങ്കരനും ജൂഹിയും പിടുത്തമിട്ടെങ്കിലും കാല് തന്നെ ശിവ നിലത്തേക്ക് വീണു. ശിവ ചേച്ചി! മിഥുൻ വണ്ടി നിർത്തിയതും ശിവ വേഗം എണീറ്റു. തന്റെ തൊട്ടുപിറകെ 6-7 പേരെ കണ്ടതും ശിവ വേഗം എണീറ്റു. സൈഡിൽ കണ്ട ചെറിയ റോഡിലേക്ക് ഓടി. അരുൺ നിങ്ങൾ വേഗം പോ. പോക്കറ്റ് റോഡിലേക്ക് കടക്കുന്ന നേരം ശിവ അവരെ നോക്കി വിളിച്ചു പറഞ്ഞു. 6 പേര് അവരുടെ പുറകെ പോക്കറ്റ് റോഡിലേക്ക് കയറി. ശിവ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ മുന്നോട്ട് വേഗത്തിൽ ഓടി. പോക്കറ്റ് റോഡ് കഴിഞ്ഞ് ഒരു മെയിൻ റോഡിലേക്ക് എത്തിയതും ഒരു വലിയ കടയുടെ മുന്നിലേക്കാണ് ശിവ എത്തിയത്. ആ കടയിലെ സ്റ്റാഫാണ് തോന്നിക്കുന്ന ഒരാള് ഒരു കാറിലേക്ക് കുറച്ച് സാധനങ്ങൾ ഡിക്കിൽ വെക്കുന്ന കണ്ടതും ശിവ ഒന്ന് തിരിഞ്ഞു നോക്കി. കുറച്ചകലെ 6 പേരെ കണ്ടതും അവൾ വേഗം ആ കാറിനടുത്തേക്ക് ചെന്നു. സാധനങ്ങൾ വെച്ച് അയാൾ പോയതും ശിവ ഡിക്കി തുറന്ന് അതിൽ കയറി ഡിക്കി അടച്ചു. അല്പനേരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയാണ് അവൾ അതിൽ കയറിയിരുന്നത്.
ഇടയ്ക്ക് പതിയെ ഡിക്കി പൊക്കി നോക്കിയതും അവന്മാർ അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെന്ന് കണ്ടതും അവൾ വീണ്ടും ഡിക്കി അടച്ചു. പാനിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് റേഞ്ച് കുറവാണെന്ന് കണ്ടതും വേഗം അരുണിന് മെസ്സേജ് അയച്ചു, ഞാൻ സേഫാണെന്ന്. ഒന്ന് വിശ്വസിച്ചിരുന്നതും പെട്ടെന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീൽ ചെയ്ത്. ഇനി താൻ എങ്ങോട്ടാണ് എത്തിപ്പെടാൻ പോകുന്നതെന്ന് ഓർത്ത് അവൾ ടെൻഷനോടെ ഇരുന്നു. ശിവേച്ചി, ശിവേച്ചി! ശങ്കരൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു. ഡാ, നീ കരയാതെ, ചേച്ചിക്കൊന്നും വരില്ല. അവനെ പറ്റുന്ന പോലെയെല്ലാം അവർ സമാധാനിപ്പിച്ചു. ഈ സമയമാണ് അരുണിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഡാ, ദേ ശിവയുടെ മെസ്സേജ്, അവൾ സേഫാണെന്ന്. ആശ്വാസം. ഡാ, ഇനി എന്താ ചെയ്യാ? മിഥുൻ, നമുക്കിടുന്ന എന്തായാലും കുറച്ചുകൂടെ മാറിക്കാം. അവന്മാരെങ്ങനെ വന്നാൽ പെട്ടുപോകും. ശരിയാ, നിങ്ങൾ കയറി, നമുക്ക് ശിവ വിളിച്ച് നോക്കാം. മിഥുൻ പറയുന്നിട്ട് എല്ലാവരും ആശ്വാസത്തോടെ താറിലേക്ക് കയറി. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് കോട്ട് തീർന്നു. ഈ വാങ്ങിച്ചു കൂട്ടുന്നൊക്കെ നിനക്ക് ആവശ്യമുള്ള തന്നെയാ മിസ്റ്റർ ഫോട്ടോഗ്രാഫർ. ആവശ്യമുള്ളതാണെന്നോ? എല്ലാം എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളാണല്ലേ മേരെ ജാൻ. മറ്റന്നാൾ രാത്രി നമ്മളിവിടുന്ന് പോകും. പിന്നെ അങ്ങ് കേരളത്തിൽ കൈലാസിലേക്ക് തേടി പിടിച്ചു കൊണ്ടുവരേണ്ട നീ തേടി നടക്കുന്ന നിന്റെ പെണ്ണിനെ. സരസ് പറയുമ്പോൾ അശോകിന്റെ ചുടിയിലെ ഒരു പുഞ്ചിരി വിടർന്നു. അങ്ങനെ കാണാൻ പറയത്ത് പറഞ്ഞിരിക്കും നിന്റെ കാമുകിയുടെ അടുത്ത് എത്താറായി അല്ലേ അശോക്? ഓ സോറി, നിന്റെ ഭാര്യയുടെ. ഈ അശോകിന് കാമുകിയായിട്ടും ഭാര്യയായിട്ടും എല്ലാമായി അവൾ മാത്രമേ ഉള്ളൂ സരസ്, എന്റെ നിധി. ചെറുചിരിയോടെ പറഞ്ഞു അശോക്. ഡിക്കിക്കുള്ളിൽ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴും ഇതിനുള്ളിൽ ആരാണെന്ന് പോലും ശിവക്ക് ഒരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷം കാർ എവിടെയോ നിർത്തിയെന്ന് മനസ്സിലായതും ശിവ നാഞ്ഞു ശ്വാസമെടുത്തു. അശോകും സരസും പുറത്തേക്ക് ഇറങ്ങി. അശോക്, ഞാൻ ഡിക്കിയിൽ നിന്ന് സാധനം എടുക്കട്ടെ. ഡ്രൈവറെ കൂട്ടാ പോയതുകൊണ്ടല്ല ഞാൻ തന്നെ ചോങ്കണല്ലോ. അതും പറഞ്ഞു തിരിഞ്ഞു ആരോ ഡിക്കി ഇറക്കുന്ന ശബ്ദം കേട്ട് സരസ് ഞെട്ടിലൂടെ മുന്നോട്ട് നോക്കി. ഡിക്കി തുറന്ന് അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ശിവ ചുറ്റൊന്ന് കണ്ണോടിച്ചു. ഓ മൈ ഗോഡ്, എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയല്ലോ ഈശ്വര. ആവണിയുടെ വീടാണെന്ന് കണ്ടതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ശിവ. എന്നാൽ ഡിക്കിയിൽ നിന്നിറങ്ങിയവളെ ഷോക്കേറ്റ പോലെ നോക്കിയെന്ന് സരസ്. ഫോണിൽ നിന്നും തലയുർത്തി നോക്കിയ അശോക് സ്തംഭിച്ച് നിൽക്കുന്ന സരസിനെ കണ്ടു. അവൻ നോക്കുന്നിടത്തേക്ക് നോക്കിയതും ഡിക്കിയിൽ നിന്നിറങ്ങിയിരുന്ന ശിവയെ കണ്ട് അവൻ അടിമുടി ഇരഞ്ഞു കയറി. അശോകിന്റെ ശബ്ദം കേട്ടതും അതുവരെ ആശ്വാസം കൊണ്ട ശിവ ഒരു പകപ്പോടെ തിരിഞ്ഞു നോക്കി. അശോകിനെയും സരസിനെയും കണ്ടതും അവൾ വല്ലാതെ പരിങ്ങി. ഈശ്വര, ഇത് ഈ കാലമാടിന്റെ വണ്ടിയായിരുന്നു. തീർന്നു സ്വയം പിറുവിറുത്തവൾ. നീ ഹൗ ഡെയർ യു? ചുവന്നു തുടുത്ത മിഴികളോടെ പറയുന്ന അശോകിനെ കണ്ടവൾ മുഖം തിരിച്ചു. എടോ, ഞാൻ തന്നെ കാറ് വിഴുങ്ങിയിട്ടൊന്നുമില്ല, രക്ഷപ്പെടാൻ വേണ്ടി കയറിയതാ. അത് ഈ തന്റെ കാറാണെന്ന് അറിയില്ലായിരുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ടടി നീ ഇത് കയറിയത്? നിന്നെ പോലെയുള്ള ഒരു കോൾഗേളിന് ഇരിക്കാനുള്ളതല്ല എന്റെ വണ്ടി. എന്താണ് താൻ പറഞ്ഞു? എന്താ ഇപ്പൊ പറഞ്ഞെന്ന് ശിവത്തെള്ളി ഞെട്ടലോടെ ചോദിച്ചു. നിന്നെപ്പോലുള്ളവർ അതിലും താഴ്ത്തി ഉച്ചരിക്കാൻ അറിയാനിട്ടല്ല, അത് ചെയ്യാത്ത എന്റെ മര്യാദ. ഡോ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിന്നെപ്പോലുള്ളവരൊക്കെ ദേ ആ ഗേറ്റിന് പുറത്ത് നിർത്തേണ്ടതാ. നിന്റെയൊക്കെ ലക്ഷ്യം അത് വെറും പണം മാത്രമാ. ഇപ്പൊ ഈ കാറി കയറി ഒളിച്ച പോലും മോഷണം നടത്താനല്ലെന്ന് ആര് കണ്ടു? സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ അശോക് ഗുപ്ത. തന്നെ നാക്കിനില്ലാന്ന് ഇനി താൻ വിളിച്ചു പറയുന്ന കഥയപടി കേട്ടിരിക്കുന്നു താൻ കരുതണ്ട. വാ, കൊള്ളാം. നീ ചെയ്യുന്ന തൊഴിലിന് കുഴപ്പമില്ല, പറയുമ്പോ നിനക്ക് പൊള്ളുന്നു അല്ലേടി? എന്നാ ഞാൻ വീണ്ടും പറയുന്നു, യു ആർ എ കോൾ ഗേൾ. യു ആർ എ കോൾ ഗേൾ. രണ്ടാമത് പറഞ്ഞു തീരും മുമ്പേ ശിവയുടെ കൈകൾ അശോകിന്റെ കൗളിൽ പതിഞ്ഞിരുന്നു. ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ നീണ്ട ഞെട്ടലോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കിപ്പോയി അശോക്. അടുത്തിരിക്കുന്ന സരസിന്റെ ഭാവം മറിച്ചായിരുന്നില്ല. ഹൗ ഡെയർ യു? അശോകിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവന്റെ നാടീ ഞരമ്പുകൾ അവന്റെ വെളുത്ത ശരീരത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. താൻ എന്തെഴുതി അശോക്? തന്നെ വായിൽ തോന്നിയെല്ലാം കേട്ടു നിൽക്കുന്നവളാരൊക്കെ ഉണ്ടാവും. എന്നാ അതുപോലെ കേട്ടു നിൽക്കുന്നവരുടെ കൂട്ടത്തില് ഈ ശിവാംഗിയെ താൻ കരുതരുത്. തന്റെ ഓരോ വാക്ക് എന്നിൽ എത്രത്തോളം പതിഞ്ഞുവോ അതിനേക്കാൾ അപമാനമായിരിക്കും എന്നിൽ നിന്ന് നിങ്ങൾ കിട്ടിയ ഈ അടി. ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇതുപോലൊരു പെണ്ണിന് നേരെ നാവ് ഉയർത്തുമ്പോ നിങ്ങളത് ഓർക്കണം. വീറോടെ പറഞ്ഞുകൊണ്ട് അശോകിനെ മറികടന്ന് ശിവ നടന്നുപോയതും അവൾ പോയ വഴി അഗ്നിയെരിയുന്ന കണ്ണുകളോടെ നോക്കി നിന്നവൻ. അപ്പോഴും ശിവയുടെ കൈകൾ തന്റെ കവിളിൽ പതിഞ്ഞതിന്റെ പകപ്പ് അവനിൽ നിന്നും വിട്ടുമാറിയിരുന്നില്ല. ഡാ അശോക്. സരസിന്റെ കൈകൾ തന്റെ ഷോൾഡറിൽ പതിഞ്ഞതും സ്വഭാവത്തിൽ എന്ന പോലെ അശോക് സരസിനെ നോക്കി. ഡാ, നീ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞ്? അപമാനം അതെന്താണെന്ന് അവൾ അറിയാൻ പോകുന്നേ ഉള്ളൂ സരസ്. ഇവിടേക്ക് വന്ന നിമിഷത്തെ പോലെ അവളെ ശപിച്ചു പോകും. അറിയില്ല അവൾക്ക് ഈ അശോക് ആരാണെന്ന്. മുറുകിയ മുഖത്തോടെ പറയുമ്പോൾ അവന്റെ മനസ്സിൽ പല കണക്കൂട്ടലുകളും കൂട്ടിക്കുറിച്ചവൻ. എന്നാലും എന്റെ ശിവ, നീ എങ്ങോട്ടാ ഓടിയത്? ഞങ്ങളാകെ പേടിച്ചു. നിന്റെ മെസ്സേജ് കണ്ടപ്പോഴാ ശ്വാസം നേരെ വീണ്. ചേച്ചി, എന്റെ ജീവൻ പോയ പോലെ ആയിരുന്നു. ദൈവം കൂടെയുണ്ട്, അല്ലാണ്ട് എന്ത് പറയാനാ?
ബാൽക്കണിയിൽ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് ശങ്കരനും കൂട്ടുകാരും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ശിവ, നീ ഇത് എന്തോർത്തുകൊണ്ടിരിക്കുക? എന്നാലും നീ ആരുടെ കാർ ഇടിക്കില്ല മോളെ കയറി പറ്റിയത്. ആളോട് ചെന്നൊരു താങ്ക്സ് പറ. ഒരു നിശ്വാസത്തോടെ പറയുന്ന അരുടിനെ നോക്കി ശിവ. വേണ്ട കൊടുത്തിട്ടുണ്ട്. അയാളുടെ കാരണം നോക്കി ദേഷ്യം ഒട്ടും കുറയാതെ പറഞ്ഞു ശിവ. എന്താ നീ എന്തൊക്കെയാണ് പറയുന്നേ? എല്ലാവരും സംശയത്തോടെ ചോദിച്ചു. പിന്നീട് കാർ വന്ന് നിർത്തിയത് മുതൽ ഇരുവരും തമ്മിലുണ്ടായതെല്ലാം ശിവ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ഓ മൈ ഗോഡ്, എന്നാലും നീ കറക്റ്റ് അങ്ങയുടെ കൈ തന്നെ പോയി ചാടുന്നുണ്ടല്ലോ ശിവ. ഇതെന്ത് വിധിയാ? നീ തല്ലിയ സ്ഥിതിക്ക് അങ്ങേര് വെറുതെ ഇരിക്കും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ ചൊറിഞ്ഞോണ്ടാ. ഇനി ഇതും കൂടെ. അതിനൊന്നില്ല അരുൺ എവളോ കുറ്റം പറയുന്നത്. അവനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോയി പറയാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞ്. അവന് കിട്ടിയത് പോരാ. അരുണിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു കാർത്തി. അതെ അരുൺ, ഇവിടെ എന്ത് ചെയ്തിട്ടാ അയാൾ അത്രയും പറഞ്ഞ്? അപ്പൊ അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാ. ശിവ, നീ ചെയ്ത് തന്നെയാ ശരി. ജൂയി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ഒരിക്കലും ഒരു പെണ്ണിനോടും ഇത്രത്തോളം തരം താഴ്ന്ന് ഒരിക്കൽ പോലും അയാൾ സംസാരിക്കാൻ പാടില്ല. ഇത് അയാൾക്കൊരു പാടാ. നീ പറയുന്നതൊക്കെ ശരിയാ ശിവ. എന്നാലും നമ്മളിവിടുന്ന് പോകുന്നവരെ സൂക്ഷിക്കണം. വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടി നിനക്കറിയാലോ. നീ ബാംഗ്ലൂരാണെന്ന് ഇപ്പോഴും നിന്റെ അമ്മായിക്ക് അറിയില്ല. തിരിച്ച് നമ്മൾ എത്തുന്നവരെ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഏതായാലും മറ്റൊന്നാ താലിയിട്ട് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ 2 ദിവസം പുറത്ത് റൂം എടുക്കാം. നന്നായി എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് തിരിക്കാം. ഇവിടെ നിന്ന് ആ ഗുപ്തന്റെ മുമ്പിൽ പെടാനേ ഇവൾക്കും നമുക്ക് നേരം കാണും. അതെ ശിവ, ഇവൻ പറയാൻ ശരി, നമുക്ക് അങ്ങനെ ചെയ്യാം. ശിവയും സമ്മതമെന്നോണം മൂളി. എന്നാലും നമ്മൾ ഈ 2 ദിവസം ശ്രദ്ധിക്കണം ശിവ. അങ്ങനെ നമ്മൾ കരുതുന്നത്ര നിസ്സാരക്കാരനൊന്നുമല്ല. നീ എന്തായാലും ഇവളെ പേടിപ്പിക്കുകയാണോ? പേടിപ്പിച്ചല്ല, അയാളൊരു ബിസിനസ്മാനാ. അവൻ നമ്പർ 1 ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന വ്യക്തി. നമ്മളെക്കാൾ അധികാരവും പദവിയും അയാൾക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ എന്തുണ്ടായിട്ടെന്താ, സംസ്കാരത്വത്തോടാണെന്ന് നമുക്കല്ലേ അറിയൂ. ആ നിർത്ത്, മതി. അരുൺ, കാർത്തി, നിങ്ങൾ റൂമിലേക്ക് പോകോ. ഇനി ഇതും പറയുന്നിട്ട് കാര്യമില്ല. നമുക്ക് നാളെ നേരത്തെ എണീക്കണ്ടേ? ഇതും പറഞ്ഞ സ്ഥലത്തേക്ക് 6 മണിയാകുമ്പോഴേക്ക് എത്തണ്ടേ? ഓ ശരിയാ ശിവ, ഞാനോ മറന്നു. എന്നാൽ നിങ്ങൾ കിടന്നോ, നമുക്ക് രാവിലെ നേരത്തെ ഇറങ്ങാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേച്ചി, അമ്മയ്ക്ക് വിളിക്കണ്ടേ? നമുക്ക് രാവിലെ വിളിക്കാം. ചേച്ചിയുടെ ഫോൺ ഓഫായിട്ടുണ്ട്, ചാർജിലിട്ടേക്ക് പോവാ. എന്നോ ശരി ചേച്ചി. ഓക്കെ ബൈ. അരുണും കാർത്തിയും ശങ്കരനും അവരുടെ റൂമിലേക്ക് പോയി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ശിവ വീണ്ടും ദൂരേക്ക് നോക്കി. എന്തോ മനസ്സിൽ വല്ലാത്ത ഒരു പേരറിയാത്ത വിങ്ങൽ അവൾ പോലും അറിയാതെ അവളിൽ ഉടലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ കടന്നുപോയിട്ടും ഓർക്ക് അവളെ തേടി വന്നില്ല. എത്ര നേരമെന്നില്ലാതെ ആ ബാൽക്കണിയിൽ ദൂരേക്ക് നോക്കി നിന്നു അവൾ. അപ്പോഴും തന്നിലേക്ക് വീണ് കിട്ടിയ മയിൽപ്പീലികളെ നെഞ്ചോട് ചേർത്ത് തലോടുന്നുണ്ടായിരുന്നു. ഇതേ സമയം കണ്ണുകളടച്ച് തന്റെ ഡയറിൽ വരച്ച നിധിയുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് അവൾ ഇഷ്ടത്തോടെ ചേർത്ത് ചുംബിച്ചു. മയിൽപ്പീലികളെ തന്നെ നെഞ്ചിൽ വെച്ച് ബീൻ ബാഗിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അശോക്. 5 വയസ്സുകാരിയുടെ ഓരോ ഭാവങ്ങളും അവളിൽ തെളിഞ്ഞു നിന്നു. പെട്ടെന്ന് മനസ്സിലേക്ക് ശിവയുടെ മുഖം കടന്നു വന്നു. തന്റെ കണ്ണുകൾ വലിച്ചുറന്നു അശോക്. ഞൊടിയിടയിൽ അവന്റെ മുഖത്തെ ഭാവം മാറി മറിഞ്ഞു. ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകി അവന്റെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നു. അടുത്ത ദിവസം ശിവയും കൂട്ടുകാരും അതിരാവിലെ തന്നെ നന്ദി ഹിൽസിലേക്ക് പോയിരുന്നു. അവിടുത്തെ മനോഹര കാഴ്ചകളെല്ലാം കണ്ട് ഏകദേശം ഒരു 10 മണിയായപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അവിടെ കാണാൻ രസമല്ലേ? പറയണോ ജൂഹി, നമ്മുടെ ഫോട്ടോസ് എല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാം ടൈം കിട്ടുമ്പോൾ സെൻഡ് ചെയ്യേ. ശിവ കാർത്തിയെ നോക്കിയിട്ട് പറഞ്ഞു. ശിവ, എന്താ നെക്സ്റ്റ് പ്ലാൻ? ഇനി എന്ത് പ്ലാൻ? ഇന്നിനി ഇവിടെ തന്നെ എല്ലാവരും ഫ്രഷായി വാ. നമുക്കിവിടുത്തെ ചടങ്ങുകളെല്ലാം കണ്ട് അവരുടെ കൂടെ കൂടാം. അത് ശരിയാ, നാളെ താലിയിട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് മതി. ഇനി ബാക്കിയൊക്കെ. ശിവ പറഞ്ഞതിനോട് അരുണും സമ്മതമെന്നോണം പറഞ്ഞു. ഒട്ടും വൈകാതെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും ജൂഹി വേഗം ഓടിക്കതച്ച് ബാത്റൂമിൽ കയറി. ഫസ്റ്റ് ഞാൻ ഇളിച്ചോണ്ട് ശിവയെയും ഋതികയെയും നോക്കിക്കൊണ്ട് പറഞ്ഞ് അവൾ വേഗം ഡോറടച്ച്. എനിക്ക് ഉറപ്പായിരുന്നു ഈ പിശാച് ഫസ്റ്റ് കയറുന്നു. ഇനി എപ്പോൾ കഴിയാനോ എന്തോ. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഋതിക ബെഡിലേക്ക് ഇരുന്നു. ശിവയെ അടുത്തേക്ക് ചെന്നിരുന്നു. ചേച്ചി, ചേച്ചി, ശിവേച്ചി! പെട്ടെന്നാണ് ഡോറ് ശക്തിയിൽ തട്ടിക്കൊണ്ട് ശങ്കറിനെ വിളി കേട്ടത്. ശിവയും ഋതികയും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കിയ ശേഷം ശിവ ചെന്ന് ഡോറ് തുറന്നു. എന്താ എന്താ ശങ്കര? അവന്റെ മുഖമാകെ വിയർപ്പിനാൽ കുതിർന്നിട്ടുണ്ട്, പേടിച്ച് വരച്ച പോലെ. ചേച്ചി ഇങ്ങോട്ട് വായിച്ചി. എന്താ മോനെ, നീ കാര്യം പറ. ഒക്കെ പറയാം, ചേച്ചിക്ക് വാ. പറഞ്ഞുകൊണ്ട് ശിവയുടെ കൈയും പിടിച്ച് അവൻ അവരുടെ റൂമിലേക്ക് ഓടി. അവിടെ തലക്കൈ കൊടുത്ത് കാർത്തി അരുൺ നിൽക്കുന്നുണ്ട്. അരുൺ, കാർത്തി, എന്താടാ, എന്താ പ്രശ്നം? ശിവ ദേ നോക്കി. കാർത്തി പറഞ്ഞ ഭാഗത്തേക്ക് നോക്കിയതും ബെഡിൽ കിടക്കുന്ന ശങ്കന്റെ ബാഗ്, അതിൽ നിറയെ പണവും സ്വർണവും. ശിവയും ഋതികയും കണ്ണും തള്ളി നോക്കിപ്പോയി. കാർത്തി, ഇത് അറിയില്ല ശിവ. നമ്മൾ പോയ ശേഷം ആരും നമ്മുടെ മുറിയിൽ കയറിയിട്ടുണ്ട്. ഇതെന്തോ ട്രാപ്പാണ് ശിവ. ശിവ സ്വർണ്ണ എല്ലാം എടുത്ത് നോക്കി. ഇതെല്ലാം ആവണിയുടെ സ്വർണ്ണ. നോക്കരുതി, ആവണിയുടെ ആഭരണങ്ങൾ നമ്മൾ കാണിച്ചല്ലേ, ഇതെല്ലാം അതിലുണ്ടായിരുന്ന. അതെ ശിവ, നീ പറ ശരിയാ. പക്ഷെ ഇതെങ്ങനെ ഇവിടെ, അതും ശങ്കന്റെ ബാഗില്?
ഋതിക സംശയത്തോടെ ചോദിച്ചു. പെട്ടെന്നാണ് താഴെ നിന്ന് ഒച്ചയും ബഹളവും കേൾക്കുന്നത്. എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. ഡോർ ചാരി സ്റ്റെയറിനടുത്ത് നിന്ന് താഴേക്ക് നോക്കി. അവിടെ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ അരുൺ താഴേക്ക് ചെന്നു. അവിടെ നിൽക്കുന്ന മിഥുനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അരുൺ വേഗം ശിവയുടെ അടുത്തേക്ക് ഓടി വന്നു. നിങ്ങൾ വാ പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ നിന്ന് അല്പം മാറിയെന്നു. ശിവ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആവണിയുടെ 500 രൂപ സ്വർണത്തിൽ നിന്നും 200 രൂപ സ്വർണ്ണം 50 ലക്ഷം രൂപയും കാണാനില്ല. ആ മുതൽ ഇപ്പോൾ കിടക്കുന്ന ശങ്കറിന്റെ ബാഗിലാണ്. താഴെ ജോലിക്കാരൻ മുഴുവൻ സെർച്ച് ചെയ്യുക. വൈകാതെ പോലീസും എത്തും. ചേച്ചി, ശങ്കര പേടിയോടെ വിളിച്ചു. നീ പേടിക്കണ്ട അരുൺ, നമുക്ക് ആവണി ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാം. അവൾ നമ്മളെ വിശ്വസിക്കും. പിന്നെ മിഥുൻ, അവനറിയാലോ നമ്മൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന്. നീ പറഞ്ഞ ശരിയാ ശിവ, ഞാനവൾ വിളിച്ചുകൊണ്ട് വരാം. ചെല്ലു ഋതി, വേഗം വിളിച്ചുകൊണ്ട് പോവാം. ടെൻഷനോടെ ശിവ ഋതിയെ നോക്കി പറഞ്ഞു. അവൾ താഴേക്ക് പോകാനൊരുങ്ങവേ മുന്നിൽ നിൽക്കുന്നതിനെ കണ്ട് എല്ലാവരും സ്തംഭിച്ചു പോയി. കൈകൾ പിണച്ച് കെട്ടി ചുമരിൽ സാരി കയ്യിലെ ഫോണെന്ന് കറക്കിക്കൊണ്ട് ഒരു പുച്ഛച്ചിരിയോടെ നിൽക്കുന്ന അശോകിനെ കണ്ടതും എല്ലാവരും പരസ്പരം ഒരു പതറിലോടെ മുഖത്തോട് മുഖം നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.